കടലിന്റെ ലോകത്തിൽ നിന്ന് ബഹുദൂരം മാറി പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട്. കടലിനെ അമ്മയെപ്പോലെ സ്നേഹിച്ച് തിരമാലകളെ കൂട്ടുകാരാക്കി ജീവിതം മുഴുവൻ വെള്ളത്തിൽ തന്നെ ചിലവഴിക്കുന്ന ഒരു ജനവിഭാഗം. അവരാണ് ബെജാവു ഗോത്രം. ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളുടെ തീരക്കടലിൽ കാണപ്പെടുന്ന ഈ കടൽ നാടോടികൾ കരയിൽ കാലുകുത്താൻ പോലും ഭയപ്പെടുന്നു എന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ്. വെള്ളത്തിൽ ജനിച്ചു, തിരമാലകളിൽ ജീവിച്ചു, കടലിൽ മരിക്കുന്നു. ഈ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ബെജാവു ജനതയുടെ ജീവിതം വരച്ചു കാട്ടുന്നുണ്ട്. അവരുടെ ഓരോ ശ്വാസത്തിലും കടലുണ്ട്. മീൻപിടുത്തമാണ് പ്രധാന ഉപജീവന മാർഗം. അത് അവരുടെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഭാഗമാണ്. തലമുറകളായി കൈമാറി വന്ന അറിവുകളും രീതികളും ഉപയോഗിച്ചാണ് അവർ കടലിനോട് സംവാദിക്കുന്നത്. ബെജാവു ജനതയുടെ ഏറ്റവും വലിയ അത്ഭുതം അവരുടെ ഫ്രീ ഡ്രൈവിംഗ് കഴിവുകളാണ്. സിലിണ്ടറോ മറ്റ് ആധുനിക ഉപകരണങ്ങളോ ഇല്ലാതെ ഇവർക്ക് 20 മുതൽ 30 മീറ്റർ വരെ ആഴക്കടലിലേക്ക് ഊളിയിടാനാകും. അവിശ്വസനീയമെന്ന് തോന്നാം, പക്ഷെ 5 മുതൽ 13 മിനിറ്റ് വരെ ഒറ്റ ശ്വാസത്തിൽ വെള്ളത്തിനടിയിൽ കഴിയാൻ ഇവർക്ക് സാധിക്കും. ഇതൊരു മാന്ത്രിക വിദ്യയല്ല, ഇതിന് പിന്നിൽ ശാസ്ത്രീയമായ കാരണങ്ങളുണ്ട്. സാധാരണ മനുഷ്യരെ അപേക്ഷിച്ച് 50% വരെ വലിയ പ്ലീഹയാണ് ബെജാവു ജനതയ്ക്കുള്ളതെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഓക്സിജൻ നിറഞ്ഞ ചുവന്ന രക്താണുക്കളെ സംഭരിക്കുന്ന പ്ലീഹയുടെ ഈ കൂടുതൽ നേരം ശ്വാസം പിടിച്ചു നിർത്താൻ അവരെ സഹായിക്കുന്നു. PDE10A എന്ന പ്രത്യേക ജീനിലെ വ്യതിയാനമാണ് ഈ അപൂർവമായ ശാരീര അനുകൂലനത്തിന് കാരണം. കടലാണ് ബെജാവു കുട്ടികളുടെ കളിസ്ഥലം. കരയിലെ കുട്ടികൾ മണ്ണിൽ കളിച്ചു വളരുമ്പോൾ ബെജാവു കുഞ്ഞുങ്ങൾ തിരമാലകളെ പുലുകി വളരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അവർ നീന്തലും ഡ്രൈവിംഗും അഭ്യസിക്കുന്നു. കൈകൊണ്ട് നിർമ്മിച്ച തടി കൊണ്ടുള്ള നീന്തൽ കണ്ണടകളും ചെറിയ കുന്തങ്ങളും ഉപയോഗിച്ച് അവർ മീനുകളെയും നീരാളികളെയും കടൽ വെള്ളരിയും ഒക്കെ വേട്ടയാടുന്നു. ലെപ്പ ലെപ്പ എന്നറിയപ്പെടുന്ന ഈ തടിവഞ്ചുകളാണ് അവരുടെ വീടും വാഹനവും. ഭക്ഷണം, വെള്ളം, വിപണനത്തിനായുള്ള മത്സ്യങ്ങൾ എന്നിവയ്ക്കായി കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇവർ ദ്വീപുകൾക്കിടയിൽ സഞ്ചരിക്കുന്നു. കടൽ നൽകുന്ന വിഭവങ്ങൾ മാത്രം ആശ്രയിച്ചാണ് അവരുടെ ജീവിതം മുന്നോട്ടു പോകുന്നത്. കാലം മാറിയതോടെ ചില ബെജാവു വിഭാഗക്കാർ കരയിൽ തൂണുകളിൽ കെട്ടിയുയർത്തിയ വീടുകളിൽ താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും അവരുടെ ഹൃദയം ഇപ്പോഴും ആഴക്കടലിലാണ്. എന്നാൽ ആധുനിക ലോകത്തിന്റെ കടന്നുകയറ്റം അവരുടെ തനതായ ജീവിതശൈലിക്ക് ഭീഷണി ഉയർത്തുന്നു. വർദ്ധിച്ചു വരുന്ന ടൂറിസം പരമ്പരാഗത മത്സ്യബന്ധന മേഖലകളെ ബാധിക്കുന്നു. കൂടുതൽ മത്സ്യത്തിനായി ഡൈനാമിറ്റ് പോലെയുള്ള അപകടകരമായ വഴികൾ തേടുന്നത് സമുദ്ര ആവാസ വ്യവസ്ഥയെ തകർക്കുന്നു. ഈ വെല്ലുവിളികൾക്കിടയിലും തങ്ങളുടെ അതുല്യമായ സംസ്കാരവും പാരമ്പര്യവും സംരക്ഷിക്കാൻ ബെജാവു ജനത ശ്രമിക്കുന്നുണ്ട്. തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരന്മാരാകാനും പരമ്പരാഗതമായ അറിവുകൾക്കൊപ്പം പുതിയ കാലത്തിനനുസരിച്ച് ജീവിക്കുവാനും അവർ യുവതലമുറയെ പ്രോത്സാഹിപ്പിക്കുന്നു. ദുഃഖകരമെന്ന് പറയട്ടെ, ബെജാവു ജനതയിലെ ഭൂരിഭാഗത്തിനും ഏതെങ്കിലും രാജ്യത്തിൽ ഔദ്യോഗിക പൗരത്വമില്ല. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, നിയമപരമായ തൊഴിലവസരങ്ങൾ എന്നിവ ഇവർക്ക് പലപ്പോഴും അന്യമാണ്. ഇവരെ സ്ഥിരമായി കരയിൽ താമസിപ്പിക്കാനുള്ള സർക്കാർ ശ്രമങ്ങൾ അവരുടെ നാടോടി ജീവിത രീതിക്കും സ്വയം പര്യാപ്തതയ്ക്കും കൂടുതൽ ഭീഷണിയാവുകയാണ്. നീലക്കടലിൽ ഒഴുകി നീങ്ങുന്ന തടിവഞ്ചികളും പവഴപ്പുറ്റുകൾക്കിടയിൽ മുങ്ങാങ്കുഴിയിടുന്ന കുട്ടികളും പരമ്പരാഗത നൃത്തങ്ങളുടെയും മീൻപിടുത്തത്തിന്റെയും കൂട്ടായ ആഘോഷങ്ങളും ബെജാവു സംസ്കാരം അടുത്തറിയുന്ന ഹൃദയസ്പർശിയായ ഒരു അനുഭവമാണ്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആഴമേറിയ ബന്ധത്തിൽ ജീവിക്കുന്ന ഉദാഹരണമാണ് ഈ കടൽ മനുഷ്യരുടെ ജീവിതം.